ഹായ് ഓൾ, എല്ലാവരെയും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനെ കുറിച്ചും അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അത് തീരാനായിട്ട് പോവുകയാണ്. മെയ് 8-ാം തീയതിയോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ എൻഡ് ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചും ഇതിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളെ പറ്റിയും എന്തുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSC CHSL 2024 എക്സാമിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം? SSC നടത്തുന്ന ഈ എക്സാം എന്താണ്? ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്റ്റാഫ് സെലക്ഷന്റെ പല എക്സാമുകളെ കുറിച്ചും കൃത്യമായ ധാരണ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി ലെവൽ, അതായത് 12th യോഗ്യത വരുന്ന പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. +2 പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. ആദ്യം ഞാൻ പറയുന്നത് എന്താണ്, പോസ്റ്റിനെ പറ്റിയാണ്. ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്? അപ്പോൾ ഇതാ LDC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ LDC ഉണ്ടല്ലോ, PSCയുടെ LDC. അതുപോലെ തന്നെ ക്ലറിക്കൽ പോസ്റ്റുകളാണ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ തന്നെ JSI ജൂനിയർ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതിനെ DO എന്ന് ചുരുക്കി പറയും. അതുപോലെ DOയുടെ ഗ്രേഡ് A പോസ്റ്റുകൾ. ഇതൊക്കെയാണ് 4 പ്രധാനപ്പെട്ട പോസ്റ്റുകൾ. നേരത്തെ പോസ്റ്റൽ അസിസ്റ്റന്റും സോർട്ടിംഗ് അസിസ്റ്റന്റും ഒക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നുകൊണ്ടിരുന്നതായിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്തിനകത്തോട്ട് മാറ്റി? CGL-ലോട്ട് മാറ്റിയിട്ടുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലോട്ട് മാറ്റിയിട്ടുണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ CHSL-ൽ വരുന്ന ഏകദേശം വരുന്ന നമുക്ക് പോസ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ SSC CGL-ന് ഏകദേശം 3750ഓളം വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ 2024 CHSL നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 12th യോഗ്യതയുള്ള ഏതൊരാളെ സംബന്ധിച്ചും ഒരു നല്ല ഓപ്പണിംഗ് ആണ്. നന്നായി പഠിക്കുക. ഇനി CGL എഴുതാനിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു പ്രിലിംസ് പരീക്ഷയായിട്ട് കാണുക. കൃത്യമായി പഠിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാനും വിജയിക്കാനും സാധിക്കും. ചില ആളുകളുണ്ട്, ഞാൻ CGL മാത്രമേ എഴുതത്തുള്ളൂ സാർ, CHSL എഴുതുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഏകദേശം CGL-ഉം CHSL-ഉം ഒക്കെ ഒരേ പാറ്റേണിൽ വരുന്ന പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് CGL നോക്കുന്ന ആളുകളും എന്ത് ചെയ്യണം, ഈ പരീക്ഷ വളരെ ഗൗരവത്തിൽ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഓൺലൈൻ എക്സാംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷകൾ എഴുതി മാത്രമേ നമുക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടും. ആദ്യമേ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇത് മനസ്സിലാക്കുക. എക്സാം ഓരോന്ന് എഴുതും തോറും നമ്മളുടെ എക്സ്പീരിയൻസ് കൂടും. ഏത് ഏരിയ പിടിക്കണം, ഏത് ഏരിയ ആണ് നമ്മുടെ വീക്ക്, ഏത് ഏരിയയിൽ നമ്മൾ സ്ട്രോങ് ആയാൽ നമുക്ക് എക്സാം കിട്ടും, എങ്ങനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് പരീക്ഷ കിട്ടും, ഈ ഐഡിയകളെല്ലാം കിട്ടുന്നത് എന്തിലൂടെയാണ്? നമുക്ക് എക്സാം എഴുതുന്നതിലൂടെയാണ്, മോക്ക് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, എന്ത് ചെയ്യുക, CHSL-നകത്ത് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്ലറിക്കൽ പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും എന്തിനകത്ത് വരുന്നത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനകത്ത് വരുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിലൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ്, ആപ്ലിക്കേഷൻ വന്ന 8-ാം തീയതി ഏപ്രിലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനോടകം ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം വന്നത് 8-ാം തീയതിയാണ്. 7-ാം തീയതി വരെയാണ് നമുക്കിത് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. അപ്പോൾ ഇനിയും കാത്തിരിക്കരുത്. ആരെങ്കിലും അറിയാനുള്ളവരോ ഇപ്പോഴെങ്ങാണോ അറിഞ്ഞവരോ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ പോയി ssc.nic.in എന്ന് പറയുന്ന സൈറ്റിൽ പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിന്റെ പരീക്ഷ ടയർ 1 എക്സാം നടക്കുന്നത് 1-ാം തീയതി ജൂലൈ മുതൽ 12th ജൂലൈ വരെ കിടക്കി ഇതിന്റെ ടയർ 1 എക്സാം കംപ്ലീറ്റഡ് ആവും. അതിനുശേഷം ഒരു ടയർ 2 എക്സാം കൂടി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ എഴുതുകയും ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷയാണ് SSC CHSL. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ SSC റെയിൽവേ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? പെട്ടെന്ന് എക്സാംസ് വരികയും എക്സാം എഴുതുകയും റിസൾട്ട് വരികയും നമുക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊക്കെ അറിയുകയും ചെയ്യാം. അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. പിന്നെ അതേ മോഡിലുള്ള എക്സാമായ റെയിൽവേ എക്സാംസിനും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ചില ആളുകളുണ്ട് റെയിൽവേക്ക് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ മസ്റ്റായിട്ടും SSC CHSL എഴുതണം.
നിങ്ങൾക്ക് നിങ്ങളുടെ NTPC പോലെയുള്ള ഗ്രൂപ്പ് ഡി പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആണെന്നേ. ഇംഗ്ലീഷ് കൂടി ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും മാത്സും റീസണിങ്ങും GK ഒക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്യാൻ ഈ ഒരു പരീക്ഷ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ ഒക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത് ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷയാണ്. 12th ആണ് ഇതിന്റെ യോഗ്യത. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കടക്കാം. എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ്? മക്കളെ 18 വയസ്സിനും 27 വയസ്സിനും ഇടയ്ക്കുള്ള ഏതൊരാൾക്കും ഈ എക്സാം എഴുതാം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്ന ഇയർ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ 18 to 27 ആണ് നമുക്ക് എന്ത് എഴുതാനുള്ള കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും സാറേ 27 ഒക്കെ കഴിഞ്ഞു, നമുക്ക് PSC പോലെ 37 വയസ്സ്. എടാ, SSC എക്സാംസിന്റെ പ്രത്യേകത നമ്മളൊരു യങ്ങർ ഏജിൽ നമുക്ക് ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്തിനാണ് നമുക്കിപ്പോൾ 37 വയസ്സ് വരെ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാണ്? ഓരോ വർഷം ഇങ്ങനെ കിടക്കും തോറും നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വർഷങ്ങളോ. അപ്പം SSC എക്സാംസിനെ കുറിച്ച് മുന്നേ മനസ്സിലാക്കുക. നിങ്ങളൊരു ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനഫാണ്. പിന്നെ നിങ്ങൾ എക്സാംസിന് വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വർഷം തന്നെ SSCയുടെ CGL എഴുതാൻ സാധിക്കും, CHSL എഴുതാൻ സാധിക്കും, MTS എഴുതാൻ സാധിക്കും. GD പോലെ നിങ്ങൾ ഡിഗ്രി ഒരു 23 വയസ്സിനകത്തുള്ളതാണെങ്കിൽ GD പോലുള്ള എക്സാംസ് എഴുതാൻ സാധിക്കും. അപ്പോൾ നിരവധി എക്സാംസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 18 to 27 വരെയുള്ള ഏജ് ലിമിറ്റ് ഉള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്ക് 12th ആണ്. 12th ഇപ്പം LDC, JSA, DO ഗ്രേഡ് A ഈ എക്സാമുകൾക്ക് എന്താണ് വരുന്നത്? DO ഗ്രേഡ് A എക്സാമുകൾക്കെല്ലാം 12th ആണ് വരുന്നത്. ഇനി DO ഗ്രേഡ് A ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ 12th സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീം എന്ന് എടുത്തു പറയുന്നുണ്ട്. വിത്ത് മാത്തമാറ്റിക്സ് ആസ് സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇക്വലന്റ്. മാത്സ് പഠിച്ചിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കൂ, 12th ഉള്ള എല്ലാവർക്കും LDC, JSA പോലെയുള്ള പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത് ഏതൊരാൾക്കും, ഇപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക, +2 പാസ്സായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളവരെല്ലാം. അപ്പൊ CHSL 2024 മക്കളെ നിങ്ങൾ ആരും വിട്ടുകളയരുത്. എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേക്കണം. നമുക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീസ് വരുന്നത് ബോയ്സിന്. ഗേൾസിന് സൗജന്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എക്സാം പാറ്റേൺ? ഒരുപാട് പേര് ചോദിച്ചു സാറേ ടയർ 1 എക്സാമിന് ഏതൊക്കെ പഠിക്കണം? എടാ, നിങ്ങൾ ജനറൽ അവയർനെസ് പഠിക്കണം, ജനറൽ ഇന്റലിജൻസ് പഠിക്കണം, അതുപോലെ തന്നെ QA പഠിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ജനറൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്ന റീസണിങ് ആണ് കേട്ടോ, റീസണിങ്. ജനറൽ അവയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനറൽ അവയർനെസ്സിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി പോലെയുള്ള ജനറൽ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് മാത്സിലെ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇംഗ്ലീഷിനകത്ത് വൊക്കാബ്സും അതുപോലെ തന്നെ ഗ്രാമറും വരുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻസ് വീതമാണ് 4 സെക്ഷൻസിൽ നിന്ന് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് മൊത്തം വരും. 200 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വീതം വരും? 2 മാർക്ക് വീതം വരും. 200 മാർക്കാണ് വരുന്നത്. അപ്പൊ CHSL എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SSC ജോലി കിട്ടിയവരുടെ വലിയ ശല്യമില്ലാത്ത പരീക്ഷ. അപ്പൊ CGL എഴുതിയാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം CGL എഴുതി ക്ലിയർ ചെയ്ത ഒരുപാട് പേര് എഴുതാൻ ചാൻസ് ഉള്ള പരീക്ഷയാണ് CGL. പക്ഷെ CHSLിലേക്ക് വരുമ്പോൾ ഇവരുടെ ഒരു ശല്യം ഉണ്ടാവില്ല. CGL കിട്ടിയവരാരും CHSL എഴുതാനായിട്ട് വരില്ല. അപ്പൊ കൃത്യമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് CHSL നല്ലൊരു എക്സാം ആണ്. ഇപ്രാവശ്യം അത്യാവശ്യം വേക്കൻസിയും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കും മക്കളെ. ഇതിനകത്ത് നിങ്ങൾ നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതാണ് പറയുന്നത്, സാർ ഇത്രേ ഉള്ളല്ലോ ഇങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എനിക്ക് നിങ്ങളോട് ദയവ് ചെയ്ത് പറയാനുള്ള കാര്യം, നമ്മുടെ ഫ്രണ്ടിലുള്ള ഓരോ പരീക്ഷയും നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബെറ്റർ പെർഫോം ചെയ്യുന്നേ. അതിനകത്ത് നമ്മൾ ഈ പരിഭവങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്നും നമ്മുടെ അക്കാഡമിയിൽ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത ഒരാൾ എന്നെ കാണാൻ വന്നു. കൊട്ടാരക്കര എന്നെ ഡയറക്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത എക്സ്പീരിയൻസ് ഞാനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ കൃത്യമായി പുള്ളി പറഞ്ഞു, സാർ 6 മാസം അക്കാഡമിയിലെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്.
ഈ പഠിച്ച കാര്യങ്ങളെ എങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ മോക്കുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സാമിലേക്ക് എത്തുന്നത്. ഓരോ പരീക്ഷ എഴുതുമ്പോഴും ഓരോ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനവന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഡിഫറൻ്റ് ആയി. ഇപ്പം ജോലി കിട്ടിയ ഒരാളുടെ അനുഭവം കേട്ടിട്ട് അതേ രീതിയിൽ നമുക്ക് പഠിക്കാൻ ഒക്കത്തില്ല. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ആദ്യം കണ്ടന്റ് പഠിക്കുകയും പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് അക്കാഡമി നിങ്ങളുടെ കൂടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളിത് മനസ്സിലാക്കി ഈ പരീക്ഷയ്ക്ക്, ഞാനതാ പറഞ്ഞേ, അത് പോരാ ഇത് പോരാ വേക്കൻസി ഇങ്ങനൊന്നും നമ്മൾ നെഗറ്റീവ്സ് ഒന്നും വേണ്ട, നമുക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് കൊടുക്കാവുന്നേ. ഓക്കെ, ഇനി ടയർ 2 എക്സാം വരുമ്പോൾ എന്തുവാ, ടയർ 2 എക്സാം വരുമ്പം സെഷൻ 1 സെഷൻ 2 2 സെഷൻസ്. അതിൽ തന്നെ സെഷൻ 1 വരുന്ന സെഷൻ 1 നോക്കിയേ, സെഷൻ 1 സെഷൻ 1 സെഷൻ 2 സെഷൻ 3 എന്ന് പറഞ്ഞ 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം വരുന്നത് മാത്സ് റീസണിങ് ആണ്. കണ്ടോ, മാത്സും റീസണിങ് ആണ്. അത് 30 ക്വസ്റ്റ്യൻസ് വീതം 3 മാർക്കാണ്, 180 മാർക്ക്. കണ്ടോ, പിന്നെ വരുന്നത് എന്താ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് അടുത്ത സെക്ഷനകത്ത്. അതുപോലെ ജനറൽ അവയർനെസ്സും, അത് 40, 20, 60 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് 180. അപ്പം 2 സെഷനിൽ നിന്നും 180 മാർക്കുകൾ വീതം ഓരോ മണിക്കൂർ വീതമുള്ള സെഷൻസ് ആണ് അവിടെ കിട്ടുന്നത്. കൂടാതെ നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് CGL-ലും ഉണ്ട്. ഇത് സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചറിലുള്ള ഒരു പരിപാടിയാണ്. 15 ക്വസ്റ്റ്യൻസ് കാണും, 45 മാർക്കാണ് കിട്ടുന്നത്. ഇതൊരു ക്വാളിഫയിങ് നേച്ചർ എക്സാം ആണ്, 15 മിനിറ്റ് ആണ് കിട്ടുന്നത്. അപ്പം സെഷൻ 1 തന്നെ എന്തുണ്ട്, നമ്മുടെ സെയിം സബ്ജക്റ്റുകൾ തന്നെ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ടയർ 1 പഠിക്കുന്ന മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അത് തന്നെ കമ്പ്യൂട്ടർ നോളജ് കൂടി ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. സെഷൻ 2 CHSL എക്സാമിന് ഏറ്റവും പ്രാധാന്യമുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതായത് ടൈപ്പിംഗ് നമ്മുടെ നോക്കും. അപ്പൊ അത്യാവശ്യം ഇത്ര മിനിറ്റിൽ ഇത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പൊ ടൈപ്പിംഗ് കൂടെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് ഏത് എഴുതുമ്പോൾ, CHSL എക്സാം എഴുതുമ്പോൾ. അപ്പൊ ടൈപ്പിംഗ് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി മക്കളെ. ഉറപ്പായിട്ടും അത് CGL-ന് നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പം മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, ടൈപ്പിംഗ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്റ്റുകളിൽ വ്യത്യാസമൊന്നുമില്ല. ടയർ 1-നും ടയർ 2-നും ഒരേ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് സബ്ജക്റ്റുകൾ തന്നെയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിച്ചാൽ SSCയുടെ എക്സാമുകളുടെ പ്രത്യേകത എന്താ, എല്ലാ എക്സാമിനും ഇതേ സബ്ജക്റ്റുകൾ തന്നെ മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും. അതായത് CGL ആയാലും CHSL ആയാലും MDS ആയാലും. CGL എന്ന് വെച്ചാൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കുള്ള പരീക്ഷ, CHSL ഇപ്പൊ ഞാൻ പറഞ്ഞു +2 യോഗ്യതയുള്ള, MDS 10ാം തരം യോഗ്യതയുള്ള പരീക്ഷ. എല്ലാത്തിനും ഇതേ സിലബസ് തന്നെയാണ്. അപ്പോൾ ഒരേ സബ്ജക്റ്റിൽ നിങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് പഠിച്ചാൽ, ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ്, +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സാർ ഇത് എങ്ങനെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയുന്നു, SSC പോലുള്ള എക്സാം ഒക്കെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് നിങ്ങൾ ഇതൊരു പ്രാക്ടീസ് ആയി കണ്ട് എഴുതി തുടങ്ങുക. അടുത്ത പരീക്ഷ, അടുത്ത എക്സാംസ്, വാല വരുന്ന അടുത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും, ഇതിന്റെ ഒരു മോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ നേടിയെടുക്കാൻ സാധിക്കും. ഇനി എനിക്ക് എന്താണ് പറയാനുള്ളത്, ഇതിന്റെ സാലറി സ്കെയിൽ മക്കളെ വളരെ അട്രാക്റ്റീവ് സാലറി സ്കെയിലാണ്. നോക്ക്, 63,000 വരെ വരുന്ന സാലറി സ്കെയിലാണ് ഈ എക്സാമുകൾക്ക് വരുന്നത്. കണ്ടോ, ഇത് പോട്ടെ, ഇത് നമുക്കിപ്പോൾ CGL-നകത്തോട്ട് പോകുന്നതാണ്. ഇതിന്റെ എല്ലാം പേ സ്കെയിൽ നിങ്ങൾ നോക്കിയാൽ നല്ല പേ സ്കെയിലാണ് ഈ എക്സാമുകൾക്ക്. CHSL 2024 എക്സാം എഴുതി കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റുകൾക്ക് വരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് സാലറി സ്കെയിലാണ്. അത് തന്നെ നമുക്ക് പഠിക്കുന്നതിനൊരു എനർജിയും ഊർജവും വരേണ്ട സാധനങ്ങളാണ്. സാർ എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സാർ എങ്ങനെ പഠിച്ചു തുടങ്ങണം? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫ്ലൈൻ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു അക്കാഡമിയിൽ കൃത്യമായിട്ട് 6 മാസം അതിനുവേണ്ടി 6 മാസം മുതൽ 1 വർഷം വരെ കൃത്യമായിട്ട് ഒരു അക്കാഡമിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ദിശ അക്കാഡമി ഒന്ന് പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മാർക്കറ്റിങ്ങിന്റെയോ നമ്മുടെ ഇതിന്റെയോ ഭാഗമല്ല. ദിശ അക്കാഡമിക്ക് ക്ലാസ്സുകളുണ്ട്, നിങ്ങളുടെ അക്കാഡമിയുടെ സെന്ററുകൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, നിങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഫീഡ്ബാക്ക് എടുത്ത സെന്ററിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കാൻ പറ്റിയ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ് നമുക്കൊന്ന് സെറ്റാക്കാം. അങ്ങനെ സെറ്റായി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഒന്നുകിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കൃത്യമായിട്ട് CHSL-ന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ വീഡിയോയിൽ പ്ലേ ലിസ്റ്റുകളായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട്, ഓൾറെഡി കിടപ്പുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു, 1400ഓളം ക്ലാസ്സുകൾ മാത്രമുള്ള കേരളത്തിലെ ഒരേ ഒരു അക്കാഡമിയാണ് ദിശ അക്കാഡമി എന്ന് വളരെ അഭിമാനത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക,
പറയുന്നത് ഒരു ചിന്തയും ഇല്ലാതെ, ഒരു പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് രീതികളും ഇല്ലാതെ വെറുതെ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ 1400ഓളം ക്ലാസ്സുകൾ തന്നേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, പഴയ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചാൽ ആക്ച്വലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പോലും പല അധ്യാപകരും പറഞ്ഞിട്ടില്ല. അവർ ക്ലാസ്സുകൾ എടുത്ത് കണ്ടിന്യൂസ്ലി തന്നു പോവുകയാണ് ചെയ്തു പോയിട്ടുള്ളത്. താല്പര്യമുള്ള കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്, നല്ല കമന്റുകൾ അയച്ചിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം നന്ദിയോടെ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. നിങ്ങളൊക്കെ തന്ന എനർജിയാണ് അക്കാഡമി ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിന്റെ കാര്യം. നിങ്ങൾക്ക് ഓഫ്ലൈൻ അക്കാഡമിയിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര, കൊല്ലം അക്കാഡമികളിൽ അവൈലബിൾ ആണ്. മെയ് 6 മുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം അക്കാഡമികളിൽ തുടങ്ങുന്നുണ്ട്. കാലിക്കറ്റ് മെയ് 8 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിശയുടെ അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഈ അക്കാഡമികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും അക്കാഡമി കൂടെ നിന്ന് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് വേണ്ട നോളജ്, എങ്ങനെ ഈ എക്സാം പ്രിപ്പയർ ചെയ്യണം, ബാക്കി നിങ്ങളുടെ കയ്യിലാണ് മക്കളെ കേട്ടോ. ആ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇതിനകത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ കിട്ടിയാൽ നമുക്ക് അവർക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇവന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്, അവരവരുടെ ആത്മാർത്ഥതയിൽ ഇരിക്കുന്ന സാധനമാണ്. ഈ കിട്ടിയ സാധനത്തെ എങ്ങനെ മുതലാക്കി പഠിക്കണം എന്നുള്ളത്. അല്ലാതെ ചുമ്മാതെ ക്ലാസ് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ യാതൊരു പ്രയോജനമില്ല. ഒരിക്കലും നമുക്ക് റിസൾട്ടിൽ എത്താൻ സാധിക്കില്ല. നിങ്ങളുടെ കിട്ടിയ കണ്ടന്റിൽ നിന്ന് നിങ്ങൾ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര ശതമാനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരീക്ഷകൾ ഇങ്ങനെ എഴുതി നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ SSC CHSL എക്സാം ആഗ്രഹിക്കുന്നവർ ഒട്ടും സമയം കളയാതെ എക്സാമിന് അപ്ലൈ ചെയ്യുക. അത് ഓർമ്മിപ്പിക്കാനും ഈ പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ സാലറി സ്കെയിലും ഏതൊക്കെ പോസ്റ്റുകളാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും, ഇപ്പോൾ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ മക്കളെയും ഒക്കെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകൾക്കും ഇപ്പോഴും SSC എന്തുവാന്ന് പോലും അറിയാത്തവരുണ്ട്, പല ആളുകൾക്കും. കാരണം നമ്മുടെ അവിടെ ഈ PSCയും ബാങ്കും മാത്രമാണ് ആളുകൾക്ക് അറിയാവുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിയാത്ത ആളുകളുണ്ട്. അവരിലേക്ക് എത്താനായിട്ട് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. 12th യോഗ്യതയുള്ളവർക്ക് CHSL ഉണ്ട്, ഇത് 12th ആണ്. ഇനി 10th ആണ് യോഗ്യതയുള്ളവർക്ക് നിങ്ങൾക്ക് MTS എന്ന് പറഞ്ഞൊരു പരീക്ഷ വരുന്നുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് CGL എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. ഈ 3 പരീക്ഷകളും SSC നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. ഇനി ഫോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് SSC GD, അതുപോലെ തന്നെ ഇപ്രാവശ്യം എന്ത് വരുന്നുണ്ട്, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഈ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ വർഷം തന്നെ ജോലി കയറാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പങ്കുവെക്കുക. അപ്പോൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലപ്പോഴും പല അധ്യാപകരും പറയാറില്ല, ഞാൻ നിങ്ങളോട് കൃത്യമായി പറയുകയാണ്. ചാനൽ ശരിക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇൻഫർമേഷൻസ് കിട്ടുന്ന സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകൾ ആഗ്രഹിക്കുന്ന എക്സ്ക്ലൂസീവ്ലി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആൻഡ് റെയിൽവേ, നമ്മൾ മറ്റ് ഒരു എക്സാമിൻ്റെയും കോച്ചിങ്ങുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. PSC പോലുള്ള ഒരു എക്സാമുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ റെയിൽവേ, SSC, ദെൻ ബാങ്കിങ് എക്സാംസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ കാണുന്ന ഫസ്റ്റ് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിശ ഓൺലൈനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ കൃത്യമായ ബ്രൗഷറുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.